ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ഓസ്കാർ അവാർഡാണ്. 2025 97ാമത്തെ ഓസ്കാർ അവാർഡാണ്. മികച്ച ചിത്രം അനോറയാണ്. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് അനോറയാണ്. അനോറയുടെ സംവിധായകനായിട്ടുള്ള ഷോൺ ബേക്കറിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച സംവിധായകൻ ഷോൺ ബേക്കറാണ്. മികച്ച നടൻ ഏഡ്രിയൻ ബ്രോഡി. ഇദ്ദേഹത്തിന് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഇനി അനോറയിലെ നടി മൈക്കി മാഡിസനാണ് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച നടിക്കുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത് മൈക്കി മാഡിസനാണ്. മൈക്കി മാഡിസൺ. ഒന്നുകൂടെ പറയാം, മികച്ച ചിത്രം അനോറയാണ്. അനോറയ്ക്ക് 5 ഓസ്കാർ അവാർഡുകളാണ് ലഭിച്ചത്. മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് അനോറയ്ക്ക് ലഭിച്ചു. അതുപോലെ മികച്ച നടി മൈക്കി മാഡിസൺ ആണ്. മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഷോൺ ബേക്കറിനാണ്. മികച്ച നടൻ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഏഡ്രിയൻ ബ്രോഡിക്കാണ് ലഭിച്ചത്. ഇനി മികച്ച സഹനടൻ കീറൻ കുൽക്കിനാണ്. എ റിയൽ പെയിൻ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. കീറൻ കുൽക്കിന് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചു. ഇനി മികച്ച സഹനടിയാണെങ്കിൽ സോ സാൽഡാന എമീലിയ പെരസ് എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. എമീലിയ പെരസ് എന്ന സിനിമയ്ക്കാണ് മികച്ച സഹനടിക്കുള്ള അവാർഡ് സോ സാൽഡാനയ്ക്ക് ലഭിച്ചത്. ഒന്നുകൂടെ പറയാം, മികച്ച ചിത്രം അനോറയാണ്. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ. അനോറ സംവിധാനം ചെയ്ത ഷോൺ ബേക്കറിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. ഷോൺ ബേക്കറിന് 4 ഓസ്കാർ അവാർഡാണ് ലഭിച്ചത്. അനോറ എന്ന ചിത്രത്തിന്, അതുപോലെ സംവിധാനം ചെയ്തതിന്, അതുപോലെ എഡിറ്റിംഗ്, തിരക്കഥ, ഇതിനെല്ലാം ഉള്ള 4 അവാർഡുകളാണ് ഷോൺ ബേക്കറിന് ലഭിച്ചത്. ബാക്കി ഒരെണ്ണം വന്നിരിക്കുന്നത്, മൊത്തം 5 അവാർഡാണ് അനോറയ്ക്ക് ലഭിച്ചത്. ഒരെണ്ണം മികച്ച നടിക്കുള്ള മൈക്കി മാഡിസനാണ് അത് ലഭിച്ചത്. ഇനി മികച്ച നടൻ ഏഡ്രിയൻ ബ്രോഡിയാണ് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന സിനിമയ്ക്ക്. മികച്ച സഹനടൻ കീറൻ കുൽക്കിനാണ്. എ റിയൽ പെയിൻ. കീറൻ കുൽക്കിന് എ റിയൽ പെയിൻ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. മികച്ച സഹനടി സോ സാൽഡാന എമീലിയ പെരസ് എന്ന സിനിമയ്ക്കാണ് സോ സാൽഡാനയ്ക്ക് മികച്ച സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത്. ഇനി PSC എക്സാമുകളിൽ ചോദിക്കാറുണ്ട് മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം. ഓസ്കാർ അവാർഡിൻ്റെ മെയിനായിട്ടും ചോദിച്ചിട്ടുള്ളത് ഡോക്യുമെൻ്ററി, അതുപോലെ അനിമേറ്റഡ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അനിമേറ്റഡ് ഫീച്ചർ ഫിലിം, ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം, ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോയാണ്. മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിമിനുള്ളത് ഓസ്കാർ അവാർഡ് ലഭിച്ചത് ഫ്ലോയ്ക്കാണ്. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ബ്രസീലിയൻ സിനിമയ്ക്കാണ്. പോർച്ചുഗീസ് ഭാഷയാണ് ഇതിൽ. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ബ്രസീലിയൻ സിനിമയാണ് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത്. ഇനി മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചത് നോ അതർ ലാൻഡ് എന്ന സിനിമയ്ക്കാണ്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ആണെങ്കിൽ നോ അതർ ലാൻഡ്. ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ആണെങ്കിൽ ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര എന്ന ഷോർട്ട് ഫിലിമിനാണ് ലഭിച്ചത്. അപ്പം ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദ ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്രയാണ്. ഇനി ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ആണെങ്കിൽ നോ അതർ ലാൻഡ്. അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ആണെങ്കിൽ ഐ ആം സ്റ്റിൽ ഹിയർ, ബ്രസീലിയൻ സിനിമയാണ് ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച വിഷ്വൽ എഫക്റ്റ്, അതുപോലെ മികച്ച സൗണ്ട്, ഈ 2 ഓസ്കാർ അവാർഡും ഡ്യൂൺ പാർട്ട് 2വിനാണ് ലഭിച്ചത്. ഡ്യൂൺ പാർട്ട് 2വിനാണ് മികച്ച വിഷ്വൽ എഫക്ട്സിനും അതുപോലെ സൗണ്ടിനുമുള്ളത് ലഭിച്ചത്. ഇനി ഒറിജിനൽ സ്കോർ ദ ബ്രൂട്ടലിസ്റ്റിന് ലഭിച്ചു. ഛായാഗ്രഹണത്തിനുമുള്ളത് ദ ബ്രൂട്ടലിസ്റ്റിനാണ് ലഭിച്ചത്. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് എ റോബോട്ടാണ്. മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമാണ് ഐ ആം നോട്ട് എ റോബോട്ട്. ഇനി ഒറിജിനൽ സോങ്ങിനുള്ളത് എൽ മാൽ എന്ന സോങ്ങിനാണ്. എമീലിയ പെരസിലെ സോങ്ങാണ് എൽ മാൽ എന്ന സോങ്ങിനാണ് ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത്. മികച്ച അനിമേറ്റഡ് ഫീച്ചർ ഫിലിമാണ് ഫ്ലോ. അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഐ ആം സ്റ്റിൽ ഹിയർ. ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം നോ അതർ ലാൻഡ്. ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ആണെങ്കിൽ ദ ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. അതുപോലെ ഒറിജിനൽ സ്കോറിനും ഛായാഗ്രഹണത്തിനും ഉള്ള അവാർഡ് ദ ബ്രൂട്ടലിസ്റ്റിന് ലഭിച്ചു. മികച്ച നടനും ദ ബ്രൂട്ടലിസ്റ്റിനകത്തിലെ ഏഡ്രിയൻ ബ്രോഡിക്കാണ് ലഭിച്ചത്. മികച്ച വിഷ്വൽ എഫക്ട്സ് സൗണ്ടിനുള്ളത് ഡ്യൂൺ പാർട്ട് 2. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.